നമസ്കാരം. ചില സ്ത്രീകൾക്ക് അവനവൻ്റെ കാലിൻ്റെ ഇടയിലുള്ള സാധനം എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാമെന്നും എങ്ങനെ അത് വെച്ച് മുതലെടുക്കാമെന്നൊക്കെ നല്ല നിശ്ചയമുണ്ട്. ചില സ്ത്രീകൾക്ക് അവർ ജീവിതത്തിൽ വിജയം കണ്ടെത്തും. ഇതിപ്പോൾ എൻ്റെ കൂട്ടുകാരൻ്റെ അമ്മേൻ്റെ സംഭവം. അവൻ്റെ ഫാദർ അവർ കമ്പനി ജോലിക്കാരനായിരുന്നു. ആ കമ്പനിയിൽ 25 കൊല്ലം സേവനം ചെയ്താൽ മകനെയോ മരുമകനെയൊക്കെ എടുക്കും. ഇയാളൊരു 10-18 കൊല്ലം ജോലി എടുത്ത് കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് പിന്നെ ജോലിക്ക് പോകാൻ മടി. എന്നാൽ കുടി അങ്ങനത്തെ സംഭവമൊന്നുമില്ല, പണിക്ക് പോകില്ല. അങ്ങനെ പല നോട്ടീസൊക്കെ ലഭിച്ച് യൂണിയൻകാർ വീട്ടിൽ വന്ന് നീ എങ്ങനെയെങ്കിലും വാ, ഇയാൾ പോകില്ല. അങ്ങനെ കുറച്ചാൾ കഴിഞ്ഞ് ഇയാൾ മരിച്ചു. അപ്പോൾ കമ്പനിയിൽ നിന്ന് കിട്ടാനുള്ളതൊക്കെ കിട്ടി, വേറെ പകരം ജോലി കിട്ടാനുള്ള വകുപ്പൊന്നും അവിടെ ഇല്ല. അപ്പോൾ പിന്നെ ഭാര്യയും മോനും ഒറ്റക്കായി. ഭാര്യ അതിസുന്ദരിയാണ്. അവർക്ക് ശരിക്കും പറഞ്ഞാൽ 42 ഏജൊക്കെ ഉള്ളൂ, 45 കൂട്ടിക്കോ. അപ്പോൾ അവർ സുന്ദരി മാത്രമല്ല, നല്ല മാംസളമായിട്ടുള്ള ശരീരവും നല്ല ഷേപ്പും. അപ്പോൾ ഇടയ്ക്ക് പട്ടിണി മാറ്റാൻ എൻ്റെ ഹെൽപ്പൊക്കെ ചോദിക്കലുണ്ട്, ഞാൻ ചെയ്തു കൊടുക്കലുണ്ട്. അപ്പോൾ ഈ കമ്പനിയിൽ മോൻ എങ്ങനെയെങ്കിലും ജോലി കിട്ടണമെന്നുള്ളൊരു ആഗ്രഹം ഈ അമ്മക്ക്. അങ്ങനെ യൂണിയൻ്റെ ആൾക്കാരെയൊക്കെ പിടിച്ചു കഴിഞ്ഞപ്പോൾ അവർക്കൊക്കെ വേണ്ടത് ഇവരുടെ ശരീരം. ഞാൻ പല വീഡിയോയിലും പറയലുണ്ട്, ഇപ്പം എനിക്ക് തരണമെന്ന് പറഞ്ഞാൽ ഞാൻ ആ വീട്ടിലെപ്പോഴും പോണത് കൊണ്ടും ഫ്രീഡം ഉള്ളതായതുകൊണ്ടാണ്. അല്ലാണ്ട് ഈ വിധവയായിട്ടുള്ള പെണ്ണുങ്ങളോ ഒറ്റയ്ക്ക് ജീവിക്കുന്ന പെണ്ണുങ്ങളോ, അതായത് അവിവാഹിതകൾ, പ്രായം കുറച്ചുള്ള പെണ്ണുങ്ങളോ നാട്ടിലൊരു മനുഷ്യന് കൊടുക്കില്ല. കൊടുത്താൽ പിന്നെ പറമ്പ് നിറച്ച ആളാകും, മുറ്റത്തൊക്കെ ക്യൂ ആകും. കാരണം ഒരുത്തനെ വിശ്വസിക്കാൻ പറ്റൂലേ. എനിക്ക് തന്നത് പിന്നെ അതിൽ സെക്കനാണ്, പുറത്ത് പറയില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് ആ വീട്ടിലുള്ള ഫ്രീഡം. അപ്പോൾ ഇവരും പട്ടിണിയാണ്. അപ്പോൾ ഈ യൂണിയൻകാരിങ്ങനെ ചോദിക്കണത്, ഈ പരിപാടിക്കാണ് ചോദിക്കണം. 2 യൂണിയൻ, ശക്തമായിട്ട് 2 യൂണിയനുകൾ, രണ്ടാളുടെയും പ്രശ്നം ഇതാ. അപ്പോൾ അവർ പറ്റൂല പറയും. അപ്പോൾ വേറൊരു യൂണിയൻകാരൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യേ, എന്നാൽ പേഴ്സണൽ മാനേജർ ഒന്ന് പോയി കാണുക, നല്ലൊരു മനുഷ്യനാണ്, അയാൾ വിചാരിച്ചാൽ നിങ്ങളെ സഹായിക്കാൻ പറ്റും. മാനേജ്മെൻറ്റ് കോട്ടയിൽ അവർ വിചാരിച്ചെടുക്കാൻ പറ്റും. കാരണം യൂണിയൻ ബേസിൽ പറ്റൂല, കാരണം ഇയാൾക്ക് സർവീസ് ഇല്ല, 25 കൊല്ലം വേണം. ഒരു ദിവസം രാവിലെ ഇത് കേട്ട പ്രകാരം ഇവർ ആ പേഴ്സണൽ മാനേജർ താമസിക്കുന്ന ബംഗ്ലാവിൽ ചെല്ലുക. ബംഗ്ലാവ് എന്ന് പറഞ്ഞാൽ കമ്പനി വക ഒരു ഗസ്റ്റ് ഹൗസ് പോലെ. അയാളും ഫാമിലി അവിടെ താമസിക്കുകയായിരുന്നു. അപ്പോൾ ഈ സ്ത്രീ അവിടെ ചെന്ന് വാതിൽ മേൽ മുട്ടി, അയാൾ വാതിൽ തുറന്നു. അപ്പോൾ ഇയാൾ ഇപ്പോൾ സ്ത്രീ പറഞ്ഞ്, ഞാൻ ഇന്ന ആളുടെ ഭാര്യയാണ്, കമ്പനിയിൽ ഇത്രയും കൊല്ലം സർവീസ് ഉണ്ട്. അപ്പോൾ ഇയാൾക്ക് പേഴ്സണലായിട്ട് ഒരു ഹസ്ബൻഡിനെ അറിയും. മരണപ്പെട്ട് ഇപ്പം ഞങ്ങൾക്ക് കഞ്ഞി കുടിക്കാൻ ഒരു നിവൃത്തിയില്ല, മോൻ വലുതായി, അവൻ എങ്ങനെയെങ്കിലും ഒരു ജോലി കമ്പനിയിൽ കിട്ടുക, കഞ്ഞി കുടിച്ച് പോകായിരുന്നു സാറേ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞ മറുപടി, നിങ്ങളൊരു അപേക്ഷ കൊടുക്ക്, എന്നാൽ ഞാൻ പരിഗണിക്കാൻ പറഞ്ഞു. അപ്പോൾ അന്ന് ഈ HR ഡിപ്പാർട്ട്മെൻ്റ് ഒന്നുമില്ല, ഈ പേഴ്സണൽ മാനേജർ, അതാണ് ഈ ഉദ്ദേശിക്കണത്. ഈ ആൾക്കാരെ എടുക്കണതും അതിൻ്റെ റെക്കോർഡിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പേഴ്സണൽ മാനേജറാണ്. ഇന്നത് HR ഡിപ്പാർട്ട്മെൻറ്റാണ് എല്ലാ കമ്പനികളിലും. അങ്ങനെ അപേക്ഷ കൊടുത്തോ, നമുക്ക് നോക്കാൻ പറഞ്ഞു. നിരാശപ്പെടുത്തിയില്ല രാവിലെ തന്നെ. എന്നിട്ട് ഇവർ ചോദിച്ചു, ആ മാനേജർ ചോദിച്ചു, അല്ല എനിക്ക് ഇതൊക്കെ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കാനായിട്ട് ആരെങ്കിലും കിട്ടുമോ, നിങ്ങൾ ഇവിടെ അടുത്ത പ്രദേശത്തുള്ള ആളല്ലേ. ഇവിടെ ഒരു സ്ത്രീ വന്നിരുന്നു, ഇപ്പോൾ ഒരു വരാറില്ല, അവർക്ക് വേറെ എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട്, കുറച്ചായി വന്നിട്ട്, വീടാകെ അലങ്കോലപ്പെട്ട് കിടക്കുകയാണ് പറഞ്ഞു. അപ്പോൾ ഈ സ്ത്രീ പറഞ്ഞു, സാറേ ഞാൻ ചെയ്തു തരാം, എനിക്കങ്ങനെ വരുമാനമൊന്നുമില്ല, വീട്ടിൽ കുറച്ച് കഷ്ടമാണ്, ഞാൻ ഇതേപോലത്തെ പണിക്ക് ഇറങ്ങണമെന്ന് വിചാരിച്ചൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ അയാളൊരു പാർട്ട് ടൈമായിട്ട് ചെയ്താൽ മതി, എല്ലാ ദിവസവും വന്ന് കുറച്ച് നേരം ഇവിടെ ഒന്ന് വൃത്തിയാക്കിയിട്ട്
പോയിക്കോ, അതിനുള്ള എന്താണെന്ന് വെച്ചാൽ ഞാൻ തരാം. ഡെയിലി വരണമെന്നില്ല, ഒന്നരാടം വന്നാലും കുഴപ്പമില്ല. അന്ന് ഇന്ന് തന്നെ ഞാൻ ചെയ്തോളാം സാറേ പറഞ്ഞു. കാരണം ഇവരുടെ എയിം ആ ജോലിയാണ്. അന്ന് ഇന്ന് തന്നെ ഞാൻ വൃത്തിയാക്കിയിട്ട് പോയിക്കോളാം പറഞ്ഞു. അപ്പോൾ ഇവിടുത്തെ മാഡത്തിൻ്റെ പഴയ ഉടുപ്പ് എന്തെങ്കിലും തരുമോ ചോദിച്ച്, എനിക്ക് മാറ്റിയിട്ട് ഇതൊക്കെ ചെയ്തിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞു. അങ്ങനെ ഇയാൾ നല്ലൊരു നൈറ്റ് എടുത്ത് കൊടുത്ത്, വളരെ നിഴല് കാണുന്നത്. അപ്പോൾ ഇവർക്ക് മനസ്സിലായി ഇയാളുടെ സൂക്കേട്. അങ്ങനെ ഇവരെന്ത് ചെയ്ത് ബ്ലൗസും അടിപ്പാവടയും സാരിയൊക്കെ ഊരിയിട്ട്, സാരിൻ്റെ ഒന്ന് ആദ്യമേ കുത്തണ വശമില്ല, അവിടെ ഒരു പിന്നു കുത്തി, പിന്നെ ഉടുത്ത് പോകുമ്പോൾ പെട്ടെന്ന് എടുത്ത് കൊടുക്കാം. അതൊക്കെ ഒരു കസേരമ്പൽ ഇട്ട് ഇവർ ഈ നൈറ്റ് എടുത്തിട്ട് കഴിഞ്ഞപ്പോൾ അടിയിലിട്ടതൊക്കെ കാണാം. അപ്പം ഇയാൾ ടീപ്പോയിമേ കാല് കയറ്റി വെച്ച് സോഫയമേൽ ഇരിക്കണം, പത്രം നോക്കുക രാവിലെ. അപ്പോൾ ഇവർ ചോദിച്ച് ചായ ഉണ്ടാക്കണോ ചോദിച്ച്. എന്നാൽ ചായ ഉണ്ടാക്കാൻ പറഞ്ഞു. ചായ ഉണ്ടാക്കണ കൂട്ടത്തിൽ അവർ അടുക്കളയൊക്കെ വൃത്തിയാക്കി. പിന്നെ ഇയാളിരിക്കണ മുറി തുടക്കാൻ വന്നപ്പോൾ ഇയാൾ മുണ്ടിൻ്റെ അടിയിലൊന്നും ഇട്ടിട്ടില്ല. ഇയാൾ ഇവരിങ്ങനെ നോക്കുന്നുണ്ട്, ഇയാളുടെ സാധനം നല്ല ടെമ്പറായി നിൽക്കുന്നുണ്ട്. ശരിക്കും മനസ്സിലാവും ഇതിങ്ങനെ അനങ്ങുന്നുണ്ട്. അപ്പോൾ ഇവർ നിലം തുടച്ച് ഇങ്ങനെ വന്ന് ഇയാളുടെ അടുത്തെത്തിയപ്പോൾ ചോദിച്ച്, മാഡം പോയിട്ട് എത്രയായി സാറേ ചോദിച്ചു. അപ്പോൾ 2 മാസമായി. അപ്പോൾ അവർക്ക് സുഖമില്ല. അപ്പോൾ ഇവിടെ ഒറ്റക്കാവുമ്പോൾ നോക്കാൻ ആളില്ല, അതുകൊണ്ടാണ് അങ്ങോട്ട് പോയത്. സുഖമില്ലാണ്ടായിട്ട് കുറച്ചായെന്ന് പറയും. അപ്പം അസുഖത്തിൻ്റെ ഡീറ്റെയിലൊന്നും ഇവർ ചോദിച്ചിട്ടില്ല. ഇവർ പിന്നെ ഇയാളുടെ സ്ഥാനത്തുമ്മയൊക്കെ നോക്കിയപ്പോൾ ഇത് ആർത്തി പൂണ്ട് ഇങ്ങനെ കലിതുള്ളി നിൽക്കുക. അതിൽ ഇവർ തുറക്കണ കൊടുത്തിട്ട് ഇതുമയൊക്കെ നോക്കും. എന്നിട്ട് സാറിനോട് ചോദിച്ചു. അപ്പോൾ ഈ സാറിനെ സംബന്ധിച്ച് മാക്സിമമാണ് ഈ സാധനം പൊന്തിച്ച് കാണിച്ചു കൊടുക്കുക എന്നല്ലാണ്ട് ഇപ്പോൾ ഒരു പേഴ്സണൽ മാനേജർ എന്നൊക്കെ പറഞ്ഞാൽ ഉയർന്ന പോസ്റ്റിലിരിക്കുന്ന ഒരാളാണ്. നിലം തുറക്കാൻ വന്ന പെണ്ണിനോട് കെഞ്ചാനൊന്നും ഇപ്പോൾ അയാൾക്ക് അഭിമാനം സമ്മതിക്കില്ല. അയാളെ കൊണ്ട് മാക്സിമമാണ് ആ സാധനം ഇങ്ങനെ എണീപ്പിച്ച് നിർത്തിയത്. ഇവർക്കത് മനസ്സിലായി. അപ്പം ഇത് വെച്ച് 2 മാസമായില്ല അവർ പോയിട്ട് എന്നൊക്കെ ചോദിച്ചിട്ട് ഇയാളുടെ മുഖത്തേക്ക് നോക്കി. അപ്പോൾ അയാളും ഈ പെണ്ണിൻ്റെ കണ്ണിലേക്ക് നോക്കുന്നുണ്ട്. 2 പേർക്കും ആഗ്രഹമുണ്ട്, ആര് തുടങ്ങുമെന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ ഇത് വെച്ച് സാറിന് നല്ല ആഗ്രഹമുണ്ട് ചേച്ചി, 2 മാസമായില്ല ചേച്ചി. അപ്പോൾ അയാൾ പറഞ്ഞു. അതിൽ ഇവർ മെല്ലെ കൈയെടുത്ത് മുണ്ടിൻ്റെ പുറത്തുകൂടി പിടിച്ച് നോക്കുമ്പോൾ അത്യാവശ്യമുണ്ട്. പിന്നെ സൈഡൊക്കെ മുണ്ട് മാറ്റി അതിനൊരു ഉമ്മ കൊടുത്തു. ഇയാൾ വേഗം എണീച്ച് ഇവരെ എഴുന്നേൽപ്പിച്ച്. അപ്പോൾ ഈ വൈഫിൻ്റെ മാക്സിയല്ല ഇട്ടേക്കണേ, അത് വേഗം തലവഴി ഊരി അയാൾ എറിഞ്ഞ്. കാരണം ഭാര്യൻ്റെ മാക്സിയല്ലേ, കുറ്റബോധം എന്തോ ഒരു ഷടാകൂടെ തന്നെ എഴുന്നേറ്റ്. ഇയാൾ മാക്സി കൊടുത്ത് ഊരി കഴിഞ്ഞപ്പോൾ ചേച്ചിക്ക് ശ്രദ്ധയും പ്രേഷറും മാത്രമേ ഉള്ളൂ, അത് ഊരി. അപ്പോൾ ഈ ഭർത്താവ് അങ്ങനെ വല്ലാണ്ട് പണിയെടുത്തിട്ടില്ല ഇതിലാണ്, അതെനിക്കറിയാം. ഇതിൻ്റെ ബ്രസ്റ്റൊക്കെ നല്ല ബലമുള്ളതാണ്, നിപ്പിൾസൊക്കെ റോസ് കളർ പറ്റ ചെറുതാണ്, വലിയ പണിയൊന്നും നടന്നിട്ടില്ല. അയാളൊക്കെ ഞാൻ കയറണതാണല്ലോ, അപ്പം എനിക്കറിയാലോ. ഇയാളവരെ കൊണ്ടുപോയി നല്ല പണിയെടുത്തെന്ന് പറഞ്ഞാൽ അയാൾ ബെഡ്റൂമിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അയാൾ പണിക്കാരനായി മാറി. എങ്ങനെ അയാൾ അവരെ നാവും കൊണ്ടൊക്കെ സുഖിപ്പിച്ച്. കാരണം നമ്മുടെ പേഴ്സണൽ മാനേജർ ആയിട്ട് കാര്യമില്ല, ഇവർ കോപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ഇവർക്ക് വികാരം വരണ്ടേ. നല്ലോണം നക്കി കൊടുത്ത് അവസാനം കളിച്ച് ഇവർ മോളിൽ കയറി കളിച്ചു. എന്തിനു പറയണത്. പിന്നെ അവർ ഡെയിലി അവിടെ പോവും, ഇയാൾ കളിക്കും, മോൻ ജോലിയിൽ കയറി. പിന്നെ ചേച്ചിക്ക് കുറച്ചും കൂടി എനർജി വെച്ച് നല്ല ഫുഡ് കഴിക്കൽ തുടങ്ങി, വരുമാനമായി, മോന് ശമ്പളം, മനസ്സിന് കൂളിങ്, നല്ല കളിയും കിട്ടണം. അങ്ങനെ ഇരിക്കുമ്പോൾ ഇയാൾ ഇത് ഈ കമ്പനി എന്ന് പറഞ്ഞാൽ ടോപ്പ് ശമ്പളമുള്ള കമ്പനിയാണ്. ഈ കമ്പനി എന്ന് കേൾക്കുമ്പോൾ ചെറിയ കമ്പനി ഒന്നും അല്ല, സകല ആനുകൂല്യങ്ങളുള്ള കമ്പനിയാണ്. പ്രൊവിഡന്റ് ഫണ്ട്, ESI, അന്നത്തെ കാലത്തൊക്കെ ടോപ്പ് ശമ്പളമാണ്. അപ്പോൾ ഇവരുടെ വരുമാനം, മോൻ്റെ വരുമാനം, ലാസ്റ്റ് ഈ സാറോട് പറഞ്ഞ് ഇവരുടെ ആങ്ങളേൻ്റെ മോനെ കൂടി ആ കമ്പനിയിലെ എംപ്ലോയി ആക്കി ഇവർ. ചേച്ചി പിന്നെ ഭയങ്കര ഫാഷനബിൾ ലേഡിയായി. അതാണ് കളിയാണ് ചെല്ലൽ തുടങ്ങിയ പെണ്ണുങ്ങൾക്കൊരു ചുറുചുറുക്കും. അതായത് 40 കഴിഞ്ഞ പെണ്ണുങ്ങൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ്. എൻ്റെ അഭിപ്രായത്തിൽ 40 കഴിഞ്ഞ പെണ്ണുങ്ങളെ കളിക്കണം.
അപ്പോഴാണ് അവരുടെ നാണമൊക്കെ മാറി യൗവനം നഷ്ടപ്പെടാൻ പോവുകയാണെന്നുള്ളൊരു ട്രെൻഡില്ല 45ഒക്കെ ആകുമ്പോൾ. അപ്പോൾ അവർക്ക് കളിക്കാൻ ഇൻട്രസ്റ്റാണ്. അവരുടെ എന്താ പറയുക, നാണവും ആ ചമ്മലൊക്കെ മാറിയിട്ടുണ്ട്. അതിന് ഭാര്യ ആയിക്കോട്ടെ പുറംപടി ആയിക്കോട്ടെ, ആ ഏജുകാർക്ക് കോപ്പറേറ്റ് ചെയ്യാമെന്നുള്ള ത്രില്ല അസലായിട്ട് കളിക്കാൻ പറ്റും. 50ഒക്കെ ആയ പൊടിയന. 50 വയസ്സ്, 55 വയസ്സ്, 60, 65, 72 വരെ ഞാൻ നോക്കിയിട്ടുണ്ട്. ഒന്നിനൊന്ന് മെച്ചം. പിന്നെ 20, 18 ആ റേഞ്ച്, 25 എന്നൊക്കെ പറയുമ്പോൾ മോടഞ്ഞിട്ടുണ്ടാവില്ല. ഒക്കെ നല്ല ബലം ഉണ്ടാവും, ഒക്കെ ടൈറ്റും ഒക്കെ ഉണ്ടാവും. പക്ഷേ കളിക്കുള്ള ആ ഒരു കോപ്പറേഷൻ കിട്ടില്ല. അവർ നമ്മുടെ മുഖിയായിട്ട് നഖം കടിച്ച് കാല് നിലത്ത് വിസ്ത്രം വരച്ച്, ചിലവരുണ്ട് കേട്ടോ കയറി അടിച്ച് പറന്നടിക്കുന്നവരുണ്ട് ആ ഏജുകാർ. ഞാൻ ടോട്ടല് മൊത്തത്തിൽ പറഞ്ഞത് നല്ലത് 40, 50 എടുക്കാം. അത് നല്ല ശരീരം ഒന്നും ഉണ്ടെങ്കിൽ ഒരു മാംസളമാകും, ഒരു പതുപതുപ്പ് ഒക്കെ എനിക്കിഷ്ടമാണ് ഏജാ. ഏതായാലും ഞാൻ അടുത്ത വീഡിയോ നാളെ. നമസ്കാരം.